അല്ലാഹുവിന്റെ റസൂലിനെ വിടുന്ന അത്ഭുതമായി കിസ്റയെയും കൈസറിനെയും വിറപ്പിച്ച ഉമർ ഇബ്നുൽ ഖത്താബ്. ഇബ്ലീസിന് പോലും ഉമറിനെ പേടിയാ, ഇബ്ലീസിന് പോലും ഉമറിനെ പേടിയാ. ആ ഉമറിനെ കരയിപ്പിച്ച ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് വിളിക്കുകയാണ്. ആ ചെറുപ്പക്കാരനെ വിളിച്ചു കൊണ്ടുവരാ പറയുകയാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, മോനെ എന്തിനാ നീ എപ്പോഴും കരയുന്നത്? എപ്പോ നോക്കിയാലും നീ കരച്ചലാണല്ലോ, എന്തേ നിനക്ക് സംഭവിച്ചത്? ആ ചെറുപ്പക്കാരൻ പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ നബിയേ? എന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ? എന്റെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ മയ്യത്ത് കുളിപ്പിച്ചു കഫം പൊതിഞ്ഞു പള്ളിയിൽ കൊണ്ടുപോയി നിസ്കാരം കഴിഞ്ഞിട്ട് ആ ജനാസ പള്ളിപ്പറമ്പിൽ കൊണ്ട് കബറടക്കുമല്ലോ. ആ കബറിന്റെ ചാരത്ത് നിന്ന് അവസാനം പോകുന്നത് ഞാനാണ് നബിയേ. കബറിന്റെ ചാരത്ത് നിന്ന് അവസാനം പോകുന്നത് ഞാനാ. എന്തിനെന്നറിയുവോ? ഒരടയാളം വെക്കുകയാണ്. കബർ തിരിച്ചറിയുന്നതിന് വേണ്ടി ഒരടയാളം വെച്ചിട്ടാണ് ഈ ചെറുപ്പക്കാരൻ തിരിച്ചു പോകുന്നത്. പാതിരാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോ മണ്ണ് കുഴിക്കുന്ന ഒരു ആയുധവും എടുത്തുകൊണ്ട് അടയാളം വെച്ച കബറിന്റെ ചാരത്ത് പാതിരാത്രി കിടന്നു വന്നിട്ട് മണ്ണ് വെട്ടി മാറ്റുകയാ, പലകയെടുത്ത് മാറ്റുകയാ. കബറിന്റെ അകത്തിറങ്ങിയിട്ട് ആ മയ്യത്തിന്റെ ശരീരത്ത് പൊതിഞ്ഞിരിക്കുന്ന വെള്ളത്തുണിയുണ്ടല്ലോ, ആ കഫം തുണി അടിച്ചെടുക്കുകയാ. മയ്യത്തിന്റെ ശരീരത്ത് കിടക്കുന്ന കഫം തുണികൾ അടിച്ചെടുക്കുകയാണ്. എന്നിട്ട് പഴയതുപോലെ പലകയെടുത്ത് നിരത്തി മണ്ണിട്ട് മൂടിയിട്ട് ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി കിട്ടുന്ന പൈസയ്ക്ക് വിറ്റുകളയും നബിയേ, ഞാൻ കള്ളനാണ് നബിയേ. എന്റെ നാട്ടിലെ ഖബർസ്ഥാനിൽ കിടക്കുന്ന മയ്യത്തുകളിൽ പലരും നഗ്നരാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, പടച്ചവൻ നിനക്ക് പുറത്തു തരട്ടെ. പക്ഷേ ചെറുപ്പക്കാരൻ നിന്ന് നിലവിളിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ നിന്നുകൊണ്ട്. ഈ ചെറുപ്പക്കാരൻ പിന്നെയും കടന്ന് കരയുകയാ. മുത്തുനബി ചോദിച്ചു, നീ എന്തിനാ കരയുന്നത്? യാ റസൂലല്ലാഹ്, ഈ പാപമല്ല നബിയേ, ഈ ഭൂമിയിൽ ഏറ്റവും വലിയ പാപം ചെയ്തവൻ ഞാനാണ് നബിയേ. എന്നെക്കാളും ഒരു പാപി ഈ ഭൂമിയിലില്ല, ഞാൻ അത്രയും വലിയ വൃത്തികെട്ടവനാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, എന്തു പാപമാ നീ ചെയ്തത്? അല്ലാഹുവേ, അത്രയും വലിയ എന്തു പാപമാ ചെയ്തത്? യാ റസൂലല്ലാഹ്, എന്റെ നാട്ടിലൊരു സ്വാലിഹത്തായ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന സുന്ദരിയായ ഒരു പെണ്ണു മരിച്ചു നബിയേ. എനിക്ക് അവളോട് വല്ലാത്ത സ്നേഹമുണ്ടായിരുന്ന പെണ്ണാ. ഒരു ചെറുപ്പക്കാരിയായ പെണ്ണു മരിക്കുകയാണ്. അവളുടെ മയ്യത്തും ഇതുപോലെ പള്ളിയിൽ കൊണ്ടുപോയി കബറടക്കി അടയാളം വെച്ചിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. പാതിരാത്രി സാധാരണ പോകുന്നത് പോലെ കബറിന്റെ ചാരത്ത് ചെന്ന് മണ്ണ് വെട്ടി മാറ്റുകയാ, പലകയെടുത്തു മാറ്റുകയാ. കബറിന്റെ അകത്തിറങ്ങി നബിയേ, കഫം തുണികൾ അടിച്ചെടുത്തു നബിയേ. എന്നിട്ട് ഞാൻ പഴയതുപോലെ കബറാക്കിയിട്ടു മീസാങ്കല്ലുകൾ നിരത്തി വെച്ചിരിക്കുന്ന മൈലാഞ്ചിച്ചെടികളുള്ള ആത്മാക്കളുടെ ലോകമായ ആ ഖബർസ്ഥാനിലൂടെ മുന്നോട്ട് നടക്കുമ്പോ യാ റസൂലല്ലാഹ്, ഖബറിന്റെ അകത്ത് ഒരു നൂൽബന്ധം പോലുമില്ലാതെ, ഒരു വസ്ത്രത്തിന്റെ അംശം പോലുമില്ലാതെ ഖബറിനകത്ത് കിടക്കുന്ന പെണ്ണിനെ എനിക്ക് ഓർമ്മ വന്നു നബിയേ. എനിക്ക് അവളോട് മോഹം തോന്നി നബിയേ. രണ്ടാമതും ഖബറിന്റെ ചാരത്ത് പോവുകയാ. പടച്ചവനെ, മണ്ണ് വെട്ടി മാറ്റി, പലകയെടുത്തു മാറ്റി, ഖബറിന്റെ അകത്തിറങ്ങുകയാ.
ആ ഖബറിന്റെ അകത്ത് നഗ്നയായി കിടക്കുന്ന പെണ്ണിനെ എനിക്ക് കണ്ടപ്പോ എനിക്ക് വികാരം തോന്നി നബിയേ. ഞാൻ ആ പെണ്ണിന്റെ മയ്യത്തിനെ കേറി പിടിച്ചു നബിയേ. ഉമർതങ്ങളെ ബോധം കെട്ട് വീഴുകയാ, ബോധം കെട്ട് വീഴുകയാ. അള്ളാന്റെ റസൂല് തളർന്നു പോയി. പ്രവാചകന്റെ കണ്ടതങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ്. എന്തൊരു പാപവാ അല്ലാ, എന്തൊരു പാപവാ അല്ലാ. ഖബറിനകത്ത് കിടന്ന് മയ്യത്തിനെ പോലും വ്യഭിചരിച്ചവരാ ഈ ചെറുപ്പക്കാരൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ പൊട്ടിക്കരന്നുകൊണ്ട് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ് ഫഹല്ലി മിനത് തൗബ, എനിക്കല്ല പുറത്തു തരുവോ നബിയേ, എനിക്കല്ല പുറത്തു തരുവോ നബിയേ. പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുത്തു, കരയടാ. പാതിരാത്രി എഴുന്നേറ്റ് പടച്ച റബ്ബിന്റെ മുന്നിൽ കിടന്ന് കരയാ. മുത്തുനബി പറയുമ്പോ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് മുത്തുനബിയേ, ഇവനല്ല പുറത്തു കൊടുക്കുമോ നബിയേ, ഇവനല്ല പുറത്തു കൊടുക്കുമോ നബിയേ. എത്ര വലിയ പാപവാ നബിയേ, എത്ര വലിയ പാപവാ നബിയേ. റസൂലുള്ളാഹി പറഞ്ഞു, ഇവനെക്കാരും പാപം ചെയ്യുന്നവരുണ്ട്. ഈ പള്ളിപ്പറമ്പിൽ കിടക്കുന്ന മയ്യത്തിനെ വ്യഭിചരിച്ചവനെക്കാളും വൃത്തികെട്ടവൻ ഇവിടെ ഇരിപ്പുണ്ട്. ആ വ്യഭിചരിച്ചവൻ അല്ലാഹുവിനോട് തൗബ ചെയ്താൽ അവന്റെ പാപം അല്ലാഹു പൊറുക്കുമല്ലോ. കള്ളുകുടിച്ചവൻ അല്ലാഹുവിനോട് തൗബ ചെയ്താൽ അത് അല്ലാഹുവും അവനും തമ്മിൽ ബന്ധപ്പെട്ട കാര്യമാ. അല്ലാഹു ഗഫൂറാ, അല്ലാഹു റഹീമാ. അതുകൊണ്ട് പടച്ച റബ്ബ് പുറത്തു തരുമല്ലോ. പക്ഷേ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കുറിച്ചു, ഏതെങ്കിലും ഒരു ആണിനെ കുറിച്ചു ഞാൻ എന്തെങ്കിലും അപവാദങ്ങളും പരിഹാസങ്ങളും പറഞ്ഞ് നാണം കെടുത്തിയിട്ട് ഞാൻ അല്ലാഹുവിന്റെ കഅബാലയത്തിൽ പോയിട്ട് കാര്യമില്ല. ഞാൻ അല്ലാഹുവിന്റെ കഅബാലയത്തിൽ പോയിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് കാര്യമില്ല. ആരെയാണോ പറഞ്ഞത്, ആരെയാണോ പറഞ്ഞത്, അതുകൊണ്ടാണ് ഹജ്ജിനും ഉംറയ്ക്കും പോകുന്നവര് യഥാ പള്ളിയിൽ വെള്ളിയാഴ്ച ജുമാ നമസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റ് നിന്നിട്ട് ചോദിക്കുമല്ലോ, ഞാൻ ആരുടെയെങ്കിലും മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ. പൊരുത്തം ചോദിക്കുന്നത് വെറുതെയല്ല ഉപ്പാ. അതാ ഉംറയ്ക്കും ഹജ്ജിനും പോകുന്നവര് അതാ അയൽവാസികളുടെ വീടുകളെ കയറിയിറങ്ങിയിട്ട് പൊരുത്തം ചോദിക്കുന്നത് വെറുതെയല്ല. മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ളത് നമ്മൾ തമ്മിൽ പരസ്പരം തീർക്കണം. അല്ലാഹുവും അടിമയും തമ്മിലുള്ളത് അല്ലാഹു പുറത്തു കൊടുക്കുമല്ലോ. അതുകൊണ്ട് നിസാര പാപമല്ല, നിസാര പാപമല്ല. അല്ലാഹുവേ, ജീവിതത്തിൽ ഒരുപാട് പേരുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട് റബ്ബേ, പുറത്തു തരണേ അല്ലാ, പുറത്തു തരണേ അല്ലാ. അതുകൊണ്ട് രണ്ട് മുഖം വേണ്ട, കാണുമ്പോഴൊന്ന് തിരിയുമ്പോഴൊന്ന് വേണ്ട പെങ്ങളെ. ഒറ്റ മുഖമുള്ളവളായി ജീവിക്കൂ, ഇല്ലെങ്കിൽ നിന്റെ നാവ് രണ്ടായി വലിച്ചു കീറിയിട്ട് നരകത്തിന്റെ തീയുള്ള നാവ് റബ്ബ് നിനക്ക് തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. കാണുമ്പോ എന്തൊരു സന്തോഷം എന്നറിയോ, ചിരിക്കും, തിരിയുമ്പോ പറയും ഇവനെക്കാരും. കാണുമ്പോ വലിയ ചിരിയും കളിയും ഒക്കെ അങ്ങോട്ട് തിരിഞ്ഞു കഴിയുമ്പോ രണ്ട് മുഖമുള്ള ആൾ, രണ്ട് മുഖമുള്ളവർ അങ്ങനെ ഒരിക്കലും ആകരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവനക്ക് നാളെ പരലോകത്ത് കടന്നു വരുന്നവരുടെ മൂന്നാമത്തെ വൃത്തികെട്ടവൻ അങ്ങനെയുള്ളവരാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ ചെയ്താൽ പള്ളിയിലെ ഖത്തീബ് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് അല്ലാഹു അദ്ദേഹം തമ്മിൽ തീർത്തോളും, നീ കണക്ക് പറയണ്ട.
പള്ളിയുടെ സെക്രട്ടറി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ സെക്രട്ടറി അല്ലാഹു തമ്പി തീർക്കും, നീ പേടിക്കണ്ട, നിന്നോട് അല്ലാഹു ചോദിക്കത്തില്ല. നീ ചെയ്താൽ നിന്നോട് ചോദിക്കും, സെക്രട്ടറിയോട് അല്ലാഹു ചോദിക്കത്തില്ല. അതുകൊണ്ട് മറ്റുള്ളവർ നിങ്ങൾ പലരും പറയുന്ന ഒരു കാര്യം ഉസ്താദേ അവള് ചെയ്തിട്ടല്ലേ ഞാൻ പറഞ്ഞു, അതാ ചോദ്യം. നിങ്ങൾ പറയുന്ന ഒരു ന്യായം എന്താ? ഇതൊരു നിസ്സാരം ഉദാഹരണം പറഞ്ഞ ഇവിടെ കല്യാണം മുടക്കികളുണ്ടോ? ഏറ്റവും ഇന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം. അതിപ്പോ നെടുമങ്ങാടുകാരനല്ല, സ്ഥലം ഞാൻ പറയണില്ല. ഒരു ചെറുപ്പക്കാരൻ പോയി ഒരു പെണ്ണ് കണ്ടു. അവന് പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോ ഈ പെണ്ണിന്റെ ഉമ്മയുടെ സഹോദരൻ ഈ പയ്യനെ കുറിച്ച് അന്വേഷിക്കാൻ വരും. അങ്ങനെ അന്വേഷിക്കാമെന്ന് ആദ്യം കണ്ട ജംഗ്ഷനിൽ വന്നിറങ്ങി. ആദ്യം കണ്ട ഒരു ബേക്കറിക്കകത്ത് കയറി. എന്നിട്ട് അവനോട് ആ കടയിൽ ഒരു വാപ്പുണ്ട്, ആ വാപ്പാന്റെ അടുത്ത്, ഞാൻ ആ വാപ്പയുടെ ഇറച്ചി തിന്നാന്ന് പറയരുത്, ഒരു ഉദാഹരണം, അതാ ഞാൻ സ്ഥലമൊന്നും പറയാത്ത. ആ വാപ്പാന്റെ അടുക്ക പോയിട്ട് ചോദിച്ചു, ഇന്ന ചെറുപ്പക്കാരൻ എങ്ങനെയുണ്ട്? അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഞാൻ അവനെ കുറിച്ചത് വല്ലതും പറഞ്ഞു തരണം. അവൻ പിന്നെ കള്ളുകുടിക്കുന്ന അവന്റെ കൂട്ടുകാരെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് ഈ കടയൊക്കെ തല്ലി പൊട്ടിക്കണം, എന്നെ തല്ലണം. എനിക്കൊന്നും അറിയത്തില്ല അവനെ കുറിച്ച്, നിങ്ങൾ വേറെ ആരോടെങ്കിലും പോയി ചോദിക്കാം. എന്തൊക്കെയാ പറഞ്ഞു? അവൻ കള്ളുകുടിക്കുന്നവനാ, അവൻ വീട് കയറി തല്ലുന്നവനാ. ഇത്രയും പറഞ്ഞിട്ട് പറയാ എനിക്കൊന്നും അറിയില്ല. ഇതിൽ കൂടുതൽ എന്താ പറയണ്ടേ? നീ അങ്ങനല്ലേ? എല്ലാരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് ഈ തൊഴിലുറപ്പ് പണി ഇവിടെ ഉണ്ടോ? തൊഴിലുറപ്പെന്ന് പറഞ്ഞൊരു പണിയില്ലേ? രാവിലെ പോനെ, അതിന് ഒരു ദിവസം പോയാൽ സ്വർഗത്തിൽ പോകും കേട്ടാ. സുബ്ഹാനല്ലാഹ്, എന്റെ റബ്ബേ, ഒന്ന് കാണണം കേട്ടാ. ഇവർക്ക് ഒരു ജോലി ഇല്ലെന്നേ, ഇത്രയും നിസ്സാരമായ ജോലി. ഇവർക്ക് എപ്പോഴും റെസ്റ്റാ. ഇവർ അമേരിക്കയുടെ പ്രസിഡന്റിനെ കുറിച്ച് വരെ ചർച്ച ചെയ്യും ആ കൂട്ടത്തിൽ. നമ്മുടെ പറമ്പ്, ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്റെ പറമ്പിലൊക്കെ കളിക്കാൻ ഇപ്പൊ പഞ്ചായത്തിലെങ്ങനെ എഴുതി കൊടുത്തവർ ഇവരങ്ങോട്ട് വൈരം പടച്ചവൻ അങ്ങോട്ട് ഇരുന്നിട്ട് എന്തൊക്കെ കാര്യങ്ങളാ. ഇവരൊരു ഗ്യാങ്ങാണ്. കുറച്ചെന്ന് അവിടെ ഒരു റബ്ബറും തോട്ടത്തിൽ ഒരു റബ്ബറിന്റെ കുട്ടി, ഇപ്പുറം തെങ്ങിന്റെ കുട്ടി ഇരുന്നിട്ട്. ഞാൻ കളിയാക്കിയതൊന്നുമല്ല, സത്യമല്ലേ ഞാൻ പറഞ്ഞ. ആ ജോലിക്ക് പോണവർക്കറിയാം അവിടെ ചർച്ച ചെയ്യാത്ത ഒരു വിഷയവും ഇല്ല. എന്നിട്ട് അവസാനം എന്താ, നമ്മൾ എന്തിനാ വല്ലവരുടെ ഇറച്ചി തിന്നുന്നത്? എല്ലാം പറഞ്ഞിട്ടാ പറയണത്. ഒന്ന് ആലോചിച്ച് നോക്കേണ്ട പെങ്ങളെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ.